ജിൻഡോ, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LDF സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഉള്ള കാലത്തും ഇതേ തന്നെയാണ് അവസ്ഥ. പല കാലത്തും ഉണ്ടായ കാര്യങ്ങൾ തുടർച്ചയാവുകയാണ്. മത്സ്യക്കുരുതി എന്നുള്ള പുതിയ സംഭവമല്ല, പക്ഷേ ഇത്തവണ കുറച്ച് കൂടുതലാണ്, നഷ്ടക്കണക്ക് കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ കഴിഞ്ഞ ദിവസം പ്രതിഷേധമൊക്കെ ഉണ്ടായത്, മത്സ്യം എറിഞ്ഞുകൊണ്ടുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മത്സ്യം എറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായത്. എന്താണ് നിങ്ങൾ നടപടി പ്രതീക്ഷിക്കുന്നത്? ഈ മത്സ്യ കർഷകർക്ക് ആര് നഷ്ടപരിഹാരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതും കോടികളുടെ കണക്കാണ്. അല്ല, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് വർഷങ്ങളായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനു മുമ്പ് കോൺഗ്രസും ഇതിനു മുമ്പ് LDF ഒക്കെ ഭരിക്കുന്ന കാലത്തും ഇതുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വസ്തുതയാണ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ സാങ്കേതിക വിദ്യ, നമ്മുടെ ശാസ്ത്ര മേഖലയിലുള്ള വികസനം, മറ്റു പല കാര്യങ്ങളും, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അലോട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അപ്ഗ്രഡേഷനൊക്കെ നടന്നിട്ടുള്ളൊരു കാലഘട്ടത്തിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട്, LDF വരും, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ ആളുകളാണ്. മുൻപുള്ള ഗവൺമെൻറ്റുകളെ കുറ്റം പറയാൻ അർഹതയില്ല. ഒന്നാമത്തെ കാര്യം, മുൻപുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന വീഴ്ചകൾ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ വീഴ്ചകൾ അങ്ങനെ തന്നെയാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്, വീഴ്ചകളാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്നത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ 5 മാസമായിട്ടുള്ളൂ, അതിനിടയ്ക്ക് 10ഓളം പ്രാവശ്യം ഇത് സംഭവിക്കുന്നു. ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, നാശനഷ്ടം മത്സ്യ കർഷകർക്ക് സംഭവിക്കുന്നു. അവിടെയൊക്കെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ജില്ലയുടെ ചുമതലയുള്ള ഈ കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയായിട്ടുള്ള മന്ത്രി ഇവിടെ 2 ദിവസം ഈ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഈ പ്രദേശത്തൊന്നും സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം മാത്രമല്ല, ഉൾനാടൻ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും മാത്രമല്ല, ഈ മത്സ്യം വിപണനം ചെയ്യുന്ന, പ്രത്യേകിച്ച് വരാപ്പുഴ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക്, അവൾക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ മന്ത്രി അടക്കമുള്ള ആളുകൾ വന്ന് ഈ മത്സ്യം വാങ്ങി ഭക്ഷിച്ച് പൊതുജനത്തിന്റെ മുമ്പിൽ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും പറഞ്ഞിരിക്കുന്നു, ഈ പെരിയാറിൽ മാലിന്യം കലർന്നതിന് ശേഷമുള്ള മത്സ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് സർക്കാരിന്റെ 2 വകുപ്പുകൾ പറയുന്നു. അപ്പോഴാണ് ഇവിടെ LDFന്റെ പ്രതിനിധി പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും തമ്മിലുള്ള തർക്കമാണ്, അവരുടെ വീഴ്ച വന്നിട്ടുണ്ടെന്ന്. ഒരു സർക്കാരിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായാൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. നിരന്തരമായിട്ട് 5 മാസത്തിനിടയിൽ 10 പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുമ്പോൾ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുമ്പോൾ, ജൈവ ആവാസ മേഖലയിൽ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് തരം താഴ്ത്തി കാണാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇവിടെ ഓപ്പറേഷൻ വാഹിനി എന്ന് പറഞ്ഞ മന്ത്രിയുടെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ഈ പ്രദേശത്ത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തതെന്ന് കൂടി പറയാൻ ഇവർക്ക് ബാധ്യതയുണ്ട്. ഈ പെരിയാറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ ഇപ്പോൾ 2018-ലെയും 19-ലെയും പ്രളയത്തിനേക്കാൾ വലിയ പ്രളയം വരാൻ പോകുകയാണ്. കാരണം ഈ എക്കൽ അടിഞ്ഞുകൂടി ഇത് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇവർ നടത്തിയിട്ടില്ല. മഴക്കാലത്തിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇവരുടെ കയ്യിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. 13 ദിവസക്കാലം ബ്രഹ്മപുരം കത്തിയെരിഞ്ഞപ്പോൾ നടപടിയെടുക്കാതെ അത് സ്വാഭാവികമായിട്ട് കത്തിയെരിയുന്നത് മഴ പെയ്തും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കഷ്ടപ്പാടും കൊണ്ട് മാത്രം അത് അത് നിർത്തലാക്കിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാരും മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇതിന് മറുപടി പറയണം. 2 ദിവസക്കാലമായിട്ട് ഈ മന്ത്രി എന്തുകൊണ്ട് പ്രദേശത്തെ കർഷകരെ നാട്ടുകാരുണ്ട്, അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി വരാൻ